എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്, എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. ഓക്കെ, കട്ട മത്സരമാണ്. ഇത് വാശി വേണം, ആ വീറും വാശി പഴയ. ഓക്കെ, ഹെഡ് കഴിഞ്ഞു. ടോസോടെ തീർന്നു കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് വൺ ടീൻസ്. പാർത്ഥിപൻ നായകനാവുന്ന സിനിമയാണ്. ഇന്ത്യൻ 2ൻ്റെ കൂടെ ക്ലാഷുള്ള സിനിമയാണ്. ജൂലൈ 12. സിനിമയുടെ റൺ ടൈം വന്നിട്ടുണ്ട് 2 മണിക്കൂറും 7 മിനിറ്റും. അപ്പുറത്ത് 3 മണിക്കൂറും 4 മിനിറ്റും 4 സെക്കൻഡും 4 സെക്കൻഡ്. സോറി, 4 മിനിറ്റ് അല്ല, 4 സെക്കൻഡ്. അതെ, അതിൽ വീണ്ടും കത്രിക വെച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. സെൻസർ ബോർഡ് വെച്ചു എന്നുള്ളത്. എന്തായാലും നോക്കാം നമുക്ക്. നല്ല അപ്പം അങ്ങ് തുടങ്ങിയേക്കാം. അപ്പൊ ചെറുക്കൻ അല്പം മുകളിലാ. വേട്ടയ്യൻ സിനിമയുടെ ഫഫയുടെ ഡബിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. യെസ്, അറിയാലോ. അറിയാം, ശരിക്കും അറിയാം. ഓക്കെ, അടുത്ത കിഴി വിടാമുയർച്ചി. AK അജിത് കുമാർ നായകനാവുന്ന വിടാമുയർച്ചി സിനിമയുടെ സെക്കൻഡ് ലുക്ക് വന്നിട്ടുണ്ട്. അത് സെക്കൻഡ് ലുക്കിന് നമ്മൾ 2 ലുക്ക് വന്നിട്ടുണ്ട്. സാധാരണ സെക്കൻഡ് ലുക്ക് ഒറ്റ ലുക്ക്, രണ്ടാമത്തെ ലുക്ക് ആയതുകൊണ്ട് 2 ലുക്ക്, രണ്ട് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കന്ന് കാണാം. നല്ല പോസ്റ്റേഴ്സ് ആട്ടോ രണ്ടും. ഒന്ന് ആക്സിഡന്റിന് തൊട്ട് മുന്നേ ഉള്ള. അതെ, അതാണ് ഇത്. ഇങ്ങനെ പിടിക്കാം നമുക്ക്. ആളെ ചേസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് ലുക്കിനേക്കാൾ എത്രയോ ബെറ്റർ ആണ്. ഫസ്റ്റ് ലുക്ക് മോശമെന്നല്ല, അതൊരു സിമ്പിൾ സാധനമായിരുന്നു. അതും അതെ, അതിനേക്കാളും ഒന്നും കൂടി ഗംഭീരമായിട്ടുണ്ട്. അതെ. അടുത്തത് ഇതാണ്. ഇത് വേറെ ലെവലാ, കുറച്ച് ഹെവി സാധനം. കാരണം ഇതിന്റെ ലൊക്കേഷൻ, പിന്നെ ആളുടെ കയ്യിലുള്ള ഗണ്ണ്, എല്ലാം കൊണ്ടും, പിന്നെ കോസ്റ്റ്യൂമും എല്ലാം ഞാനുണ്ട്, എന്നെ വിശ്വസിക്കുക എന്നുള്ള രീതിയിൽ ഒരു ആക്ഷനും. ആരോ ഒരാളും കൂടി കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. എഫേർട്സ് നെവർ ഫെയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടില്ല കേട്ടോ. ഓക്കെ, അടുത്തത് ഒരു തന്നിരിക്കും ഉറപ്പല്ലേ. തന്നിരിക്കും മഹാരാജ സിനിമയുടെ OTT ഡേറ്റ് വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ജൂലൈ 12. ഏകദേശം 100 കോടിന്റെ മുകളിൽ, 100 കോടി 28 ലക്ഷം കണ്ടാണ് കളക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ കുറച്ച് നേരത്തെ ആയോ? അല്ല, അത് മനഃപൂർവ്വം OTT പോയത് തന്നെ ആയിരിക്കും. കാരണം വരാനിരിക്കുന്നത് ഇന്ത്യൻ 2 ആ സമയത്ത്. പിന്നെ വേറെ അതിലേക്ക് വേറെ ഒന്നും കയറൂല. ഏതാണ്ട് ഇതിന്റെയൊക്കെ ഏതാണ്ടൊക്കെ തീർന്ന് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ എന്തായാലും മണ്ടത്തരം കാണിക്കണ്ടല്ലോ. അതാണ് ഇപ്പൊ പോവുകയാണെങ്കിൽ നല്ല റേറ്റിന് പോയി കിട്ടും. ആ റേറ്റ് മൊത്തം സ്വന്തം നേരിട്ട് കിട്ടും. അതെ, തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന പോലെ അല്ലല്ലോ. അതെ, ബുദ്ധി അതാണ്. ഓക്കെ, അടുത്ത കിഴി ബബ്ബ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. അടുത്ത ഒരാളും കൂടി ഓൺ ബോർഡ് ആയിട്ടുണ്ട്. അതായത് 3ാമത്തെ ആളാട്ടോ. ഓക്കെ, ആരാറിയോ? സിദ്ധാർത്ഥ് ഭരതൻ, നമ്മുടെ ചാത്തൻ്റെ കൂട്ടുകാരെന്ന് പറയാൻ പറ്റുമോ? വില്ലൻ ശരിക്കല്ലേ, പക്ഷെ വെപ്പുകാരൻ. അതെ, എന്തായാലും ഗംഭീരമായ ഒരു നടനാണ്. ആളെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവലിൽ ഒരു ഔട്ട് കിട്ടും. നല്ലൊരു കിഴിയും തരാം. കൂലി സിനിമയിലെ റേബ ജോൺ ഓൺ ബോർഡ്. ഓക്കേ, വാശി അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. വാശി ഉണ്ടായിട്ടല്ല, പുറത്തോട്ട് വരണം. കിട്ടുന്ന സാധനം തന്നോണ്ടിരിക്കുന്നത് കൂലില്ലേ. ഗെയിം ചേഞ്ചർ. രാം ചരൺ നായകനാവുന്ന ഗെയിം ചേഞ്ചർ സിനിമ. നമ്മുടെ ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഗെയിം ചേഞ്ചർ സിനിമയിലെ നമ്മുടെ രാം ചരൻ്റെ പോർഷൻസ് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആള് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഹെലികോപ്റ്ററിൻ്റെ കൂടെ. അപ്പോൾ ഇനി ആൾക്ക് RC-16 ധൈര്യമായിട്ട് പോകട്ടോ അളിയാ. പക്ഷെ ഗെയിം ചേഞ്ചർ മൊത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ, ആളുടേത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്തത് കൽക്കി. മത്സരം കടുക്കുന്നുണ്ട്. കടുക്കുന്നേ ഉള്ളൂ. കൽക്കി വേൾഡ് വൈഡ് കളക്ഷൻ 900 CR കേട്ടോ.
അടിപൊളി. നാളെയും കൊണ്ട് 1000 ഉറപ്പല്ലേ? അതിനുള്ള മുതലുണ്ടേ. പിന്നെന്താ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ടു റിലീസ് ആവുന്നതും വരെ ഏകദേശമൊക്കെ. അതും ഇവിടെ ഇന്ത്യൻ ടു സിനിമയുടെ ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് 4 ദിവസം കൂടി അതിന് സിനിമക്ക്, അതായത് റിലീസിനുള്ളൂ, ജൂലൈ 12. അപ്പോൾ സ്പെഷ്യൽ വീഡിയോ ആണ്, നമുക്കൊന്ന് കാണാം. ലൈക്ക പ്രൊഡക്ഷൻ. യെസ്, സേനാപതി. ആൾക്ക് പ്രായമായി, ആൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് സംശയമുള്ളവർ ആ വഴിക്ക് പോകാതിരിക്കായിരിക്കും നല്ലത്. ആ സംശയമൊക്കെ ആള് ശങ്കർ തന്നെ തീർത്തു കൊടുത്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സിനിമ കാണാൻ പോകാണ്ടിരിക്കുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ല കാര്യം. സിനിമ അതാ വഴിക്ക്. എന്തായാലും ജൂലൈ 12 ഇന്ത്യൻ ടു. ഇനി ഇന്ത്യൻ ടു ആണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലേ? യെസ്. അടുത്തത് L360 സിനിമയുടെ ഇനിയുള്ള, അതായത് 12 ദിവസത്തെ ഷൂട്ട് കൂടിയാണ് ബാക്കിയുള്ളത് സിനിമേൻ്റെ. ഇനി ഷൂട്ടിങ്ങിന് ബാക്കിയുള്ള സമയം 12 ദിവസമാണ്. ഇത് എമ്പുരാന്റെ ഗുജറാത്ത് ഷെഡ്യൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലാലേട്ടൻ L360 ജോയിൻ ചെയ്യും. എന്നിട്ട് 12 ദിവസം കൂടി ബാക്കി ഉള്ള ഷൂട്ട് തീർത്ത് നേരെ റാമിലേക്ക്. അപ്പൊ ഓഗസ്റ്റ് തന്നെ എല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഇനി അത്ര ഉള്ളൂല്ലേ L360? കുറച്ചായി തുടങ്ങിയിട്ട് കുറച്ചായി. അടുത്ത കിഴി. ഓക്കെ, ലാലേട്ടനെ കൊണ്ടുവന്ന് കളിക്കലയി. ആരൊക്കെ കൊണ്ടുവന്ന്? അടുത്തത് ദേവദൂതൻ. റിലീസിന് ഒരുങ്ങുന്ന ദേവദൂതൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോകുന്നു 9-ാം തീയതി 6 മണിക്ക്. സിബി മലയിൽ സംവിധാനം ചെയ്ത് ലാലേട്ടൻ്റെ ഒരു ക്ലാസിക് മൂവിയായിരുന്നു ദേവദൂതൻ. അന്ന് അത് തിയേറ്ററിൽ അത്രത്തോളം വേണ്ട ഒരു വിജയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സിനിമ 4K വരികയാണ്. നമുക്ക് നല്ല വൃത്തിക്ക് കാണാം, കുറച്ചുകൂടെ വേറെ ലെവലിൽ അല്ലേ. അടുത്തത് സ്പിരിറ്റ്. സ്പിരിറ്റ് സിനിമയിൽ ഡോൺ ലീ വില്ലനായിട്ട് വരുന്നു എന്നുള്ള റൂമറുകൾ പരക്കെ വരുന്നുണ്ട്. ആ വന്ന സാധനമൊക്കെ അതേപോലെ ഡിലീറ്റ് അടിച്ച് കളഞ്ഞു. ഡോൺ ലീ ഒന്നും വരാൻ പോണില്ല. ഡോൺ ലീ വരും, ഇതിലിപ്പോൾ റൂമറായിട്ടാണ് നിന്നോട്ടെ. പക്ഷെ ഡോൺ ലീ ഒക്കെ ഒരു മലയാളം ഒരു ഇന്ത്യൻ സിനിമയിൽ വരും. മഴ വരുവാണോ? എനിക്ക് തോന്നുന്നില്ല. ഏത് റേഞ്ചിൽ നിൽക്കുന്ന നടനാണ് ഇവിടെ വന്നിട്ട് ഒരു വില്ലനായിട്ടൊക്കെ വന്നിട്ട് ചെയ്തിട്ട് തോന്നുന്നില്ല ഒരിക്കലും. എനിക്ക് തോന്നുന്നില്ല. ഇനി അതിപ്പോ ഈ ഇന്നും നാളെയൊക്കെ തന്നെ ഇത് വരും, ഫുള്ള് റോങ് ആണ് എന്നുള്ള രീതിയിലുള്ളത്. എന്തായാലും നമുക്ക് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല ഏതാണ്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും തെറ്റായ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അനിരുദ്ധാണ് ഇതിൻ്റെ മ്യൂസിക് എന്ന് കേൾക്കുന്നുണ്ട്. ഐശ്വര്യ റായി, പിന്നെ വേറെ ഏതോ ഒരു വലിയ താരം കൂടി സിനിമയിൽ, ദീപിക പദുക്കോണാണെന്ന് തോന്നുന്നു. ഇവരൊക്കെ വേണമെങ്കിൽ അതേ പോകുന്നു കിഴി. വേണമെങ്കിൽ നിന്റെ കിഴി എന്തായാലും വലുതാക്കി തരാടാ. അല്ല അതല്ലെങ്കിലും വലുതാണല്ലോ. പിന്നെ അല്ല അതിനേക്കാളും വലുതാക്കി തരാം. കത്രീന കൈഫാണ്. ഐശ്വര്യ റായും കത്രീന കൈഫും ചിലരെ കാര്യമാണോ? ഓക്കെ, അടുത്ത കിഴി കില്ലർ. ഈ കിഴി തോറ്റതിൻ്റെ ദേഷ്യത്തിൽ റഫത്ത് യൂറ്റി ഒരു കില്ലറായി മാറുന്നു. കൊല്ലട്ടെ. ഓക്കെ, കില്ലർ നമ്മുടെ SJ സൂര്യ നായകനായി വരുന്ന സിനിമയാണ്. ആൾ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ആൾ തന്നെയാണ് ഇതിൻ്റെ ഡയറക്ഷനും. അതായത് കാലങ്ങൾക്ക് ശേഷം ആൾ വീണ്ടും ഡയറക്ടറിൻ്റെ തൊപ്പി അണിയുന്ന സിനിമയാണ് കില്ലർ. സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്ത് നായകനായിട്ട് വരുന്ന സിനിമ ഒരുപാട് നാളുകൾക്ക് ശേഷം. എന്തായാലും പൂജ എന്നാണ് ഓഗസ്റ്റിൽ, ഷൂട്ട് ഒക്ടോബറിൽ. അപ്പം എന്തായാലും മഴ ഇവിടെ തറക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം. ബൈ. ആദ്യമായിട്ട് ജയിക്കല്ലേ, അതിൻ്റെയാണ് അത് കാണുന്നത്. അത് പറഞ്ഞു പോവല്ലേ.